നമസ്കാരം. ഒരു മീൻ കുളം ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഒരു ചെറിയ കുഴിയെടുത്തായിരുന്നു. ചാക്ക് 2 ചണച്ചാക്ക് വിരിച്ച് അതിൻ്റെ അളവെടുത്ത് നോക്കി. 2 ചണച്ചാക്കിനുള്ള അളവിലാണ് ഞങ്ങൾ കുഴിയെടുത്തത്. ഞാനും നന്ദുക്കുട്ടനും കൂടെയാണ് കുഴിയെടുത്തത്. നന്ദുവാണ് ആദ്യം ഈ കുഴിയെടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാനൂടെ കൂടി പിള്ളേരെല്ലാവരുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത്രയൊക്കെ സെറ്റാക്കിയത്. ആദ്യം കുഴിയെടുത്തു. ആ കുഴിയിൽ നിന്നുള്ള മണ്ണ് കുഴിയുടെ സൈഡിൽ ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തു. മഴയൊക്കെ പെയ്യുമ്പം ആ കുളത്തിലേക്ക് വെള്ളം ഒഴുകി വരാതിരിക്കാനായിട്ടൊരു ബോർഡർ കൊടുത്തു. പിന്നെ ഈ കുഴി 2 തട്ടായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നടുക്കൊരു ചെറിയ കുഴി, അതിനുശേഷം ഒരു തട്ട് വരുന്നുണ്ട്, പിന്നെ അടുത്ത മെയിൻ ബോർഡർ. അങ്ങനെയാണ് ഈ കുഴി എടുത്തത്. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ കുഴി എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബാറ്റ് പോലത്തെ ഇച്ചിരി കട്ടിയുള്ള ഒരു തടിയോ മറ്റോ വെച്ച് നന്നായിട്ട് അടിച്ച് ഉറപ്പിക്കണം. അതിൻ്റെ വക്കൊക്കെ നന്നായിട്ട് അടിച്ചടിച്ച് ഉറപ്പിക്കണം, എന്നാലേ അതിനൊരു ബലം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കത്രിക വെച്ച് ഈ ചെറിയ ചെറിയ വേരുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്താണ് ഞങ്ങൾ ഈ കുഴി എടുത്തത്. അപ്പോൾ ആ വേരുകളൊക്കെ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ട് കഴിയുമ്പം ഈ വേര് വളർന്ന് അതിനകത്തേക്ക് വന്ന സിമെൻറ്റിനെ പൊട്ടിക്കും. അപ്പോൾ അങ്ങനെ ലീക്കേജൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ വക്കൊക്കെ കട്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നന്നായിട്ട് അടിച്ച് ഉറപ്പിക്കണം. അതിനുശേഷം ഞങ്ങൾ പടുത വിരിച്ചു. പടുത വിരിച്ച് അതിൻ്റെ അളവൊക്കെ നോക്കി. ഓക്കെയാണ്. ഞങ്ങളുടെ കയ്യിൽ അതിന് സൈസിനുള്ള പടുത ഉണ്ടായിരുന്നു. ലീക്കൊന്നും ഇല്ലാത്ത പടുത വേണം. അത് വിരിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ കുളത്തിൻ്റെ നമുക്ക് ആവശ്യമുള്ള സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തിട്ട് പിന്നെ അധികം ചുളിവുകളൊന്നുമില്ലാതെ ആ പടുതേനെ നല്ല രീതിയിലൊന്ന് മടക്കി നല്ലൊരു ഡിസൈനിലൊക്കെ മടക്കി ചുളിവുകളില്ലാതെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാവുന്നത് സിമൻറ്റ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. ഒരുപാട് വെള്ളം നീണ്ടു പോവരുത്. അത് ഒരു ഇഡലിമാവിനൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു രീതിയിൽ സിമൻറ്റ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചണച്ചാക്ക് അതിനകത്ത് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ചണച്ചാക്കിൻ്റെ ഹോൾസ് എല്ലാം ഈ സിമൻറ്റ് കൊണ്ട് അങ്ങ് അടയണം. ആ രീതിയിൽ മുക്കിയെടുത്തിട്ട് നമ്മളത് കുഴിയിലേക്ക് ആ പടുതയുടെ മുകളിലായിട്ട് വിരിച്ചു കൊടുത്തു. അങ്ങനെ 2 ചാക്കാണ് ഞങ്ങൾ വിരിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ചണച്ചാക്കിൻ്റെ സൈഡ്, അതായത് ആ തയ്യൽ വരുന്നിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നന്നായിരിക്കും. ഞങ്ങളത് ആ ചാക്കിൻ്റെ 2 സൈഡാണ് കട്ട് ചെയ്തത്. എന്നിട്ടത് വിടർത്തിയെടുക്കുക ചെയ്തത്. അങ്ങനെ 2 ചാക്കിൻ്റെ സൈസാണ് ഈ കുളം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കുളം. അത് വിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് തട്ടി പൊത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ അത് തട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ അതിനകത്ത് ഇറങ്ങി നിന്ന് കാലുകൊണ്ട് ചവിട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയായിരുന്നു. അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പണി ഏകദേശം ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാനതിൽ വെള്ളം രാവിലെ തളിച്ചു കൊടുത്തു. ഉച്ച കഴിഞ്ഞപ്പം ആ കുളത്തിൽ നിറയെ ഞാൻ വെള്ളം ഒഴിച്ച് നിറച്ചിട്ടായിരുന്നു. എന്നിട്ടൊരു കരി കഷ്ണം കൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തിയായിരുന്നു, ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ടാണ്. കുഴപ്പമില്ല. അത് ഏകദേശം ഒരു 5-6 മണിക്കൂറോളം വെള്ളം അങ്ങനെ ഇട്ടിട്ടും ചെറിയ തോതിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞായിരുന്നു. കാരണം സിമൻറ്റ് കുറേ വെള്ളം കുടിക്കുമല്ലോ. ഇപ്പോൾ ഈ കാണുന്ന കലാപരിപാടി 3ാമത്തെ ദിവസത്തെയാണ്. ഞങ്ങൾ കുളത്തിലെ വെള്ളമൊക്കെ വറ്റിച്ച് കളഞ്ഞായിരുന്നു. ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളം നിറച്ചിട്ടായിരുന്നു. ഇത് 3ാമത്തെ ദിവസം ഇതുപോലെ തന്നെ സിമൻറ്റിൻ്റെ ഒരു ബാറ്ററൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. കാരണം ചെറിയ ചെറിയ പൊട്ടലുകൾ, ഞാൻ അതിൻ്റെ ബലം ഒന്നറിയാനായിട്ട് അതിൽ ഇറങ്ങി നിന്ന് ചവിട്ടി കൊടുത്തായിരുന്നു. അപ്പം ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പടുതയാണല്ലോ ഈ ചാക്കിൻ്റെ അടിയിലിട്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ പോയാലും ചെറിയ എയർ എന്തായാലും ആ മണ്ണിൻ്റെയും പടുതയുടെയും ഇടയിലായിട്ടുണ്ടാവും. അങ്ങനെ എയർ വന്നതുകൊണ്ടാവാം ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് പവർഫുള്ളാക്കാനായിട്ട്
കുളത്തിൻ്റെ വക്കുകൾ ഞങ്ങൾ ഒന്നുകൂടെ സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പം ഏകദേശം ഒരു 3/4 ഭാഗം നമ്മുടെ കുളത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് ശരിയാക്കണം, ഡെക്കറേഷൻസ് കൊടുക്കണം, പ്ലാന്റ്സ് വെക്കണം, സ്റ്റോൺ വർക്കുണ്ട്, പിന്നെ പെയിൻ്റ് അടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഇനി അടുത്ത ദിവസമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ 3 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ 3 ദിവസം ഈവനിങ് സമയത്ത് ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്, നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ ഒരു റിലാക്സേഷൻ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ